ഹർജി വന്നല്ലോ ഗ്യാൻവാബിൻ്റെ വിഷയത്തിൽ. അത് വന്നപ്പോൾ അദ്ദേഹം അതിലെന്ത് ചെയ്തു, ഒരു അമെൻമെൻറ്റ് വരുത്തി. ആ അമെൻമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പരാതി വന്നാൽ സർവേ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ നിയമം ഉണ്ടെങ്കിലും പരാതി കിട്ടിയാൽ എന്ത് ചെയ്യാം, സർവേ ചെയ്യാനുള്ള അനുവാദം കൊടുക്കാം എന്ന് പറയും. അതായത് ആ അടച്ചു വെച്ച ഭൂതത്തെ തുറന്നു വിട്ടു. ഇതാണ് പ്രശ്നം. പരാതിക്കാരന് പ്രാഥമികമായ തെളിവുകൾ ഹാജരാക്കുകയും കോടതിക്ക് ബോധ്യപ്പെടണം ഈ കേസ് എടുക്കേണ്ടതാണെന്ന്. അപ്പോൾ മാത്രമാണ് കോടതി കേസ് ഏറ്റെടുക്കുകയും ഒരു അന്വേഷണത്തിൽ ഉത്തരവിടുകയും ചെയ്യുന്നത്. ഇവിടെ കോടതിയോട് പറയുന്നത് തെളിവൊന്നുള്ള കയ്യില്ല, ഞങ്ങളുടെ വിശ്വാസമുണ്ട്. അവിടെയാണ് ഈ അമ്പലം നിന്നിരുന്നത്, ഇത് പൊളിച്ചാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് പരിശോധിക്കണം എന്ന് പറഞ്ഞു. കോടതി പരിശോധിക്കാൻ വേണ്ടിയിട്ട് വിടും. യു.പിയിലെ സാമ്പാലിൽ ഷാഹി ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞൊരു പള്ളി, ആ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിലൊരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമൊക്കെ കൊണ്ടുവരികയും കോടതിയിൽ അതിന് വേണ്ടി ഹർജി ഫയൽ ചെയ്യുകയും അതിനനുബന്ധമായി കോടതി സർവേക്ക് അനുവദിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ഇന്ന് ആ ഒരു സ്ഥലത്തേക്ക് സർവേക്ക് എന്ന പേരിൽ കമ്മീഷനും പോലീസ് പ്രൊട്ടക്ഷനോടെയൊക്കെ അവരെത്തുകയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ നമ്മൾ അതിനെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് അവിടെ ഉണ്ടായ വിഷുവിൽ 4 യുവാക്കളെ പോലീസ് വെടിവെച്ച് കൊന്നു എന്നുള്ളൊരു വാർത്തയാണ് യഥാർത്ഥത്തിൽ പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ആ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ സ്പോട്ട് ലൈറ്റ് വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. അല്ല, ഇത് യാദൃച്ഛികമല്ല, ഇത് വളരെ ആസൂത്രിതമാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു തുടക്കമല്ല, തുടർച്ചയാണ്. ബാബരി മസ്ജിദ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ പറയുന്ന കാര്യമാണ് എന്ത്, ഇതിന് ശേഷം ഒരുപാട് പള്ളികൾ, അതെത്ര ആയിരക്കണക്കിന് പള്ളികൾ ലിസ്റ്റ് ഞങ്ങളെ കയ്യിലുണ്ട് എന്നാണ് അവർ പറയാറുള്ളത്. സാധാരണ ഞങ്ങളുടെ മുമ്പിലുണ്ട്, അതിലേക്കൊക്കെ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ചൊരു കാര്യം നടക്കുന്നുവെന്ന് മാത്രം. ഈ മധുര, അതേപോലെ തന്നെ വാരാണസിയിലെ ഗ്യാൻവാബി മസ്ജിദ്, ഇതൊക്കെ ഇപ്പോൾ നമ്മൾ മുമ്പിൽ കണ്ട അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതും വരുന്നു എന്ന് മാത്രം. ആ ഗ്യാൻവാബി മസ്ജിദിൻ്റെ വിഷയത്തിൽ കംപ്ലൈൻറ്റ് കൊടുത്ത, ഹർജി കൊടുത്ത അതേ വ്യക്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തിനും കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഹർജി കൊടുത്തു. അത് വളരെ പെട്ടെന്ന് നേരം വെളുത്തപ്പോഴേക്ക് എന്ത് ചെയ്തു, അതിൻ്റെ കോടതിയിൽ നിന്ന് വിധി കിട്ടിയ ഉടനെ തന്നെ, അതിന് അനുവാദം കിട്ടിയ ഉടനെ തന്നെ സമയം ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ സർവേ വർക്ക് ആൾ വന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ബാക്കി പൂർത്തിയാക്കി. അപ്പോൾ ഇതൊരു മൊത്തം തിരക്കഥയാണ്. ആ തിരക്കഥയിൽ കോടതി കൂടി അറിയാതെയോ പങ്കാളികളാവുന്നുണ്ടോ എന്നതാണ് നമ്മുടെ സംശയം. കാരണം കോടതിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടിയാൽ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതൊരു പ്രോജക്റ്റായിട്ട് എന്ത് ചെയ്യാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശം, ഇതിൻ്റെ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു 10 വർഷം തികയാൻ പോവുകയാണല്ലോ BJP ഗവൺമെൻറ്. ഇപ്പോൾ രണ്ടാം ടേം ആണ്, മൂന്നാമത്തെ ടേം. ഇപ്പം 2ാം ടേം കഴിഞ്ഞ് 3ാമത്തെ ടേമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി പഴയതുപോലെ എന്ത് ചെയ്യാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി ഭരണത്തിൻ്റെ ഗുണം ജനങ്ങൾക്കിടയിൽ കാണിച്ചുകൊണ്ട് തന്നെ കഴിയുള്ളൂ. അതിനവരെ കൊണ്ട് സാധ്യവുമല്ല. അപ്പോൾ ഇനി വേണ്ടത് എന്താ വെച്ചാൽ, വീണ്ടും ആ വർഗീയത എങ്ങനെയെങ്കിലും തല പൊക്കാൻ വല്ല അവസരം ഉണ്ടോ എന്നുള്ളത് തന്നെയാണ്. അതായത് പള്ളി പൊളിച്ചുകൊണ്ടാണ് ഇവർ അധികാരത്തിൽ വന്നത്. അങ്ങനെയാണ് ഏകദേശം 10 കൊല്ലം തേക്കാൻ പറ്റിയത്. അവിടെ ക്ഷേത്രം ഉണ്ടാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയിട്ടില്ല. അത് അവിടെ തന്നെ തോറ്റത് നമ്മൾ കണ്ടതാണ്, അയോധ്യയിൽ തോറ്റയാണ്. അപ്പോൾ ഇത് ഇനി അടുത്ത പള്ളികളിലേക്കും ഈ വിഷയം കൊണ്ടുപോയി അത് പ്രശ്നവൽക്കരിച്ച് അതിൻ്റെ ബോധപൂർവം പ്രകോപനം വിളിച്ചു വരുത്തുക. ഇപ്പോൾ എന്താ വെച്ചാൽ ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, പൊതുവേ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, പറയപ്പെടാവുന്ന കലാപങ്ങൾ ഉണ്ടാകുന്നില്ല, അപ്പോൾ ഇഷ്യൂസുകൾ കാരണമാകുന്നില്ല. അത് ഇവർക്ക് വലിയൊരു പ്രശ്നമാണ്. കാരണം ഇതിവിടെ എന്തെങ്കിലും ഉണ്ടായെങ്കിലേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് ഭൂരിപക്ഷ ക്രോഡീകരണം നടക്കുകയുള്ളൂ. അതിനിപ്പോൾ ഒരു അവസ്ഥ അല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ സമുദായത്തെ മടിയിലിട്ട് കുത്തി വേദനിപ്പിക്കുന്ന പോലെ വേദനിപ്പിച്ച് അവരെ കൊണ്ട് പ്രതികരിപ്പിച്ച് റോട്ടിലിറക്കി കുഴപ്പമുണ്ടാക്കി അവിടെ വെടിവെപ്പും പ്രശ്നം ഉണ്ടാക്കി അതങ്ങനെ ഒരു ലഹളയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തെ മാറ്റിക്കൊണ്ടേ ഇനി അവർക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ. അതിലൂടെയാണ് അവരെ ലക്ഷ്യം നേടും. അതിനുള്ള ഒരു വഴിയായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഒരു കുളങ്കലയ്ക്ക് മീൻ പിടിക്കുക എന്നുള്ള തന്ത്രം നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന പോലെ ഒരു പ്രവർത്തന തരത്തിൽ നമ്മളതിനെ കാണുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര അരുതായ്മകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം അരുതായ്മകൾ ഈ നേരത്തെ പറയപ്പെട്ട പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പരിഹാരം എന്നുള്ളതൊക്കെ നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് എന്താണ്? അല്ല, ഇതിന് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവണം. ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ കുറച്ച് പള്ളികളെയും ആ പള്ളികളിൽ നിസ്കരിക്കാൻ വരുന്ന മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നൊരു വിഷയമാകുമെന്നാരും വിചാരിക്കണ്ട.
അത് ഈ നാട്ടിലെ മൊത്തം സമാധാനത്തെയാണ് തകർക്കുന്നത്. അത് ഈ നാട് കൊണ്ടേ അത് പോവുള്ളൂ. അതുകൊണ്ട് ഈ നാട് നിലനിൽക്കണം, ഇന്ത്യ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അയൽപ്പക്ക സൗഹൃദം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ മക്കൾ മര്യാദക്ക് സ്കൂളിൽ പോകണം, പഠിക്കണം, ഇവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങൾ നിലനിൽക്കണം, എനിക്ക് രാവിലെ കടയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ സമാധാന അന്തരീക്ഷം നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ കണ്ണ് തുറക്കേണ്ട വിഷയമാണത്. അതിന് പിന്നെ ഇതെന്താ വെച്ചാൽ, ഈ ഒരു അവസ്ഥ തുടർന്നാൽ എവിടെയാണ് മാന്തി കൂടാത്തത്? ഇത് ചില്ലറ വിഷയമല്ലല്ലോ. അപ്പോൾ അതിന് നമുക്ക് പരിഹാരം, ഇതിന് അന്ത്യം കുറിക്കാൻ കഴിയും. അതിന് പോയിൻ്റ് എവിടെയെന്ന് വെച്ചാൽ, നമുക്കറിയാം ബാബരി മസ്ജിദിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് പിന്നെ കോടതിയിൽ നിന്നുണ്ടായ ഒരു ജഡ്ജ്മെൻ്റാണ് 1991 ആരാധനാലയ നിയമം, അതായത് ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991. ആ ആക്ട് ശരിയാം വിധം നടപ്പിലാക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാരമാർഗം. ആ ആക്ട് എന്ന് പറഞ്ഞാൽ ഇനി മുതൽ, പിന്നെ ഈ ഡേറ്റ് മുതൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, പുതിയ അവകാശവാദം പള്ളിക്കെതിരിലോ ചർച്ചിനെതിരിലോ ഒരു ആരാധനാലയത്തിനെതിരിലും പുതിയ അവകാശവാദം ഉണ്ടാകാൻ പാടില്ല. ആരാണോ ഇപ്പോൾ നടത്തുന്നത് അവർ നടത്തുക. അത് ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൽ മാത്രമേ എന്തുള്ളൂ, അതിന് എക്സെപ്ഷൻ ഉള്ളൂ. കാരണം അത് നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ്. ബാക്കി എവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന്. അത് ശരിക്കും അന്ന് കോൺഗ്രസ് മുൻകൈയെടുത്ത് ഈ ബാബരി മസ്ജിദ് പൊളിഞ്ഞതിൽ കോൺഗ്രസ്സിനുള്ള പങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൂടി ചെയ്തൊരു സംഗതിയാണത്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിലനിർത്തുകയാണ് വേണ്ടത്. പക്ഷേ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെ മറികടന്ന് ഇതൊരു സ്പെഷ്യൽ പ്രൊവിഷൻ ആയതുകൊണ്ട്, ഈ ജഡ്ജ്മെൻ്റ് ഒരു സ്പെഷ്യൽ പ്രൊവിഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് മറികടന്നാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, അദ്ദേഹം അതിലെന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ വാരണസിത്തെ അലഹബാദ് വിഷയത്തിൽ ഹർജി വന്നല്ലോ. ആ ഹർജി ഗ്യാൻവാബിൻ്റെ വിഷയത്തിൽ അത് വന്നപ്പോൾ അദ്ദേഹം അതിലെന്ത് ചെയ്തു, ഒരു അമെൻമെൻറ്റ് വരുത്തി. ആ അമെൻമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, പരാതി വന്നാൽ സർവേ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ നിയമം ഉണ്ടെങ്കിലും പരാതി കിട്ടിയാൽ എന്ത് ചെയ്യാം, സർവേ ചെയ്യാനുള്ള അനുവാദം കൊടുക്കാം എന്ന് പറഞ്ഞു. അതായത് ആ അടച്ചു വെച്ച ഭൂതത്തെ തുറന്നു വിട്ടു. ഇതാണ് പ്രശ്നം. ആ സംഭവം ആ ഒരു ലൂപ്പ് ഹോൾ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അന്വേഷണങ്ങൾ മാന്തലുകളൊക്കെ നടക്കുന്നത്. ഇനി എന്താ സംഭവിക്കുക ഇവിടെ? ഇത് കീഴ്ക്കോടതികൾ ഇത് വെച്ചുകൊണ്ടാണ് വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പരസ്പരം ആർക്കും ഒരു ദിവസം വന്നു കണ്ട് ഇതിൻ്റെ അടിയിൽ ഒരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു പള്ളിയുണ്ട്, ഇതിൻ്റെ ഇടയിൽ ചർച്ചുണ്ട് എന്ന് പറഞ്ഞാൽ തെളിവൊന്നും വേണ്ടേ? വേഗം എന്ത് ചെയ്യുക, പരാതി കിട്ടി അന്വേഷിക്കുക, അതോടുകൂടി അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിലച്ചു, അത് JCB കൊണ്ടുവന്ന് മാന്താൻ തുടങ്ങുക. ഇന്ത്യ മൊത്തം മാന്തേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ എന്താ സംഭവിക്കുക, നാട് മുഴുവൻ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ പിന്നെ ഷാഹി പള്ളിയിലുണ്ടായതുപോലെ എന്ത് ചെയ്യും, പിന്നെ അക്രമങ്ങളും കലാപങ്ങളും വെടിവെപ്പുകളും മരണങ്ങളും ഉണ്ടാവും. ആളുകൾ കലാപത്തിലേക്ക് എടുത്തെറിയപ്പെടും. അത് ഞാൻ പറയുന്നു, ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഇവിടെ സ്വൈര ജീവിതം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിന് പരിഹാരമാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല. അതിന് പരിഹാരം ഇപ്പോൾ കോൺഗ്രസ്, അതേപോലെ തന്നെ പിന്നെ ഇടതുപക്ഷ സംഘടനകൾ എല്ലാവരും ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടുണ്ട്, പ്രിയങ്ക ഗാന്ധിക്കൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണങ്ങളൊക്കെ സുപ്രീം കോടതി വിഷയത്തിൽ എന്ത് ചെയ്യണം, നേരത്തെ സ്റ്റാൻഡിലേക്ക് തിരിച്ചു പോകണം, ആ വിഷയം ഉറപ്പിച്ച് നിർത്തണം എന്നുള്ളത് തന്നെയാണ്, അതിൽ ഇടപെടണം. അത് ശരിയാണ്. പക്ഷേ അതോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പാർലമെൻറ്റിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ വിഷയം കൊണ്ടുവന്നിട്ട് ഈ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് അങ്ങോട്ട് ഡയറക്ഷൻ കൊടുക്കാനുള്ള സംഗതി എന്ത് ചെയ്യണം, അത് ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകളും ഈ ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികളും അവരെയും കൂടി ആവശ്യമാണിത്. അവരും കൂടി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ തടഞ്ഞു വെക്കാനെങ്കിലും പറ്റും. അപ്പോൾ ആ നിലക്കുള്ളൊരു മൂവും കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് പൊളിറ്റിക്കലി പാർലമെൻറ്റ് തലത്തിലും അതോടൊപ്പം തന്നെ സുപ്രീം കോടതി തലത്തിലും ഈ വിഷയം കുറച്ചുകൂടെ ഒരു അജണ്ടയാക്കി എടുത്ത് അതിന് കോൺഗ്രസ്സിന് പ്രത്യേക ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ പറയുന്നത്. കാരണം 1991 ഈ നിയമം രാജീവ് ഗാന്ധിൻ്റെ കാലത്തിൽ കൊണ്ടുവന്നു, അല്ലേ? രാജീവ് ഗാന്ധി അല്ല, പിന്നെ നരസിംഹറാവു പിന്നെ ശേഷം ഒരു പ്രായശ്ചിത്തം എന്നുള്ളവർക്ക് ചെയ്താണ് ശരിക്കത്, അതിൻ്റെ മുമ്പാണല്ലോ. അപ്പോൾ പിന്നെ അത് നിലനിർത്തുക, ആ ഒരു 91 നിയമം ഉണ്ടല്ലോ, അതിലേക്ക് ഇതിന് തിരിച്ചു കൊണ്ടുപോകാൻ മുൻകൈ എടുക്കുക. അതൊരു സ്ഥിരം അജണ്ടയായി കോൺഗ്രസ് സെറ്റ് ചെയ്യുകയും അതിന് വർക്ക് ചെയ്യുകയും വേണം. ഇങ്ങനത്തെ എന്തെങ്കിലും പള്ളിൻ്റെ പ്രശ്നം വരുമ്പോൾ ഒരു പ്രസ്താവന നടത്തി അവിടെ ഒതുങ്ങിയാൽ മാത്രം പോരാ. തീർച്ചയായും നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ മതനിരപേക്ഷ ചേരിയിൽ നിൽക്കുന്ന എല്ലാവരുടെയും ഒരു കൺസോൾട്ടേഷനും നാട്ടിൽ സമാധാനം നിലനിൽക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് അത്തരം ആളുകളുടെ ഉത്തരവാദിത്വം കൂടിയാണെന്നുള്ളതാണ് സ്പോട്ട്ലൈറ്റിന് ഉറപ്പെടുത്താനുള്ളത്. ഈ വിഷയത്തിൽ
അമിത് മാഷ് ഇതിൽ ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ. അല്ല, ബാബരി മസ്ജിദിൻ്റെ കേസ് നടക്കുന്ന സമയത്ത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ എടുത്തൊരു നിലപാടുണ്ട്. എന്താ വെച്ചാൽ കോടതി വിധി എന്താണെങ്കിലും ഞങ്ങൾ അംഗീകരിക്കുമെന്നുള്ളത്. ഇന്നിപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോൾ നമുക്ക് ഇത് സമാനമായ ഏതെങ്കിലും ഒരു കേസ് കോടതിയിൽ പോവുകയാണെങ്കിൽ കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? ചില കോടതി നടപടികൾ വമ്പിച്ചൊരസംബന്ധമായി കൊണ്ടിരിക്കണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം. നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതിയിൽ പരമോന്നത ന്യായാധിപനായിട്ടുള്ള വൈ.ബി. ചന്ദ്രചൂഡ് ഒരു കൃത്യമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു വിധി, അതായത് നിലവിലുള്ള പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് പുതിയ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകരുത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഉദ്ദേശത്തോടെ 91 നിയമം കൊണ്ടുവരുന്നത്. പക്ഷെ അദ്ദേഹം കൊടുത്ത ഡയറക്ഷൻ എന്താണ്? ഇതിനകത്ത് ഇത് ഇങ്ങനെ വല്ല അർജിയും വന്നിട്ടുണ്ടെങ്കിൽ നോക്കുന്നതിനൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ്. അതോടെ എന്ത് ചെയ്തു? ആ പരിശോധനയ്ക്കുള്ള അവകാശം കൊടുക്കപ്പെടുന്നതോടെ തന്നെ ഇതിൻ്റെ ആ പൂട്ട് പൊളിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പിന്നെ ആലോചിച്ച് നോക്കി, ഇവിടെ നമ്മൾ കോടതിയെ സംബന്ധിച്ചോളം ഇപ്പോൾ ഞാനൊരു കേസുമായിട്ട് കോടതിയെ സമീപിക്കുന്ന സമയത്ത് ഞാൻ കോടതിയോട് പറയാണ്, നിങ്ങൾ പള്ളിൻ്റെ അടിയിൽ പോയി തിരഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവ് കിട്ടുന്നത്. അങ്ങനെയല്ലല്ലോ. പരാതിക്കാരൻ എന്ത് ചെയ്യണം? പ്രാഥമികമായ തെളിവുകൾ കൊടുക്കുകയും ഹാജരാക്കുകയും എന്നിട്ട് കോടതിക്ക് ബോധ്യപ്പെടണം ഈ കേസ് എടുക്കേണ്ടതാണെന്ന്. അപ്പോൾ മാത്രമാണ് കോടതി കേസ് ഏറ്റെടുക്കുകയും ഒരു അന്വേഷണത്തിൽ ഉത്തരവിടുകയും ചെയ്യുന്നത്. ഇവിടെ കോടതിയോട് പറയുന്നത് തെളിവൊന്നുള്ള കയ്യില്ല, ഞങ്ങൾ വിശ്വാസമുണ്ട്. ആ വിശ്വാസപ്രകാരം അവിടെയാണ് ഈ അമ്പലം നിന്നിരുന്നത്, ഇത് പൊളിച്ചാനുണ്ടാക്കിയത്, അതുകൊണ്ട് പരിശോധിക്കണം എന്ന് പറഞ്ഞു. കോടതി പരിശോധിക്കാൻ വേണ്ടിയിട്ട് വിടുക. ഇത് ഏത് നിലയ്ക്കാണ് ഇന്ത്യയുടെ ഒരു ഈ ന്യായാന്യായ വ്യവസ്ഥയുമായിട്ട് യോജിക്കുന്നതെന്ന് വെച്ചാൽ അതിന് ഏത് നിയമമാണ് കോടതി ഉപയോഗിക്കുന്നത് ചെന്നില്ല, യാതൊരു ഇതില്ല. പിന്നെ മാത്രമല്ല, ഇവിടെ വിശ്വാസവും ചരിത്രവും തമ്മിലാണ് പലപ്പോഴും ഏറ്റുമുട്ടുന്നത്, അതല്ലാതെ ഫാക്ട്സ് അല്ല. അപ്പോൾ ഇതെല്ലാം അനുവദിക്കുന്ന ഒരു കോടതിയെ സംബന്ധിച്ചോളം കോടതിയുടെ ഒരു റോൾ എന്താണ് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഇവിടെ മാറുന്നുണ്ട്. രണ്ടാമത്തൊന്ന് നോക്കിയറിയാം, ഒരു പ്രത്യേക രീതിയിലുള്ള സ്ട്രക്ചറിലാണ് എല്ലാ കാര്യങ്ങളും. ഒന്നെന്ന് വെച്ചപ്പോൾ മുഗൾ ഭരണകൂടം, നമുക്കറിയാം ഇന്ത്യ ചരിത്രമെടുത്താൽ ബ്രിട്ടീഷുകാർ പോലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു കാര്യം, ഇന്ത്യ സാമ്പത്തികമായിട്ട് ഏറ്റവും ഉന്നതി പ്രാപിച്ചത് മുഗൾ ഭരണ കാലഘട്ടത്തിലാണ്. ഏറ്റവും ശക്തമായ ഇന്ത്യൻ ഭരണകൂടം നിലനിന്നത് ആ സമയത്താണ്. ഏറ്റവും വ്യക്തമായ പരിഷ്കരണങ്ങൾ നടന്നത്, ഇവിടുത്തെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു സാമൂഹ്യ പ്രക്രിയ നടന്നതൊക്കെ. എന്നാൽ ആ മുഗൾ സാമ്രാജ്യം വർഗീയമായിരുന്നു. അതാണ് സകല പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് ഇന്ന്. ഇവിടെ ആരെന്നെയാണ്? മുഗളരും ബാബറും തന്നെയാണ് പ്രതിയായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു നരേറ്റീവിലേക്ക് തന്നെ കാര്യം കൊണ്ടുവരിക. ഇനി വേറെ ഒന്ന് ആലോചിച്ചു, ഇത് എന്തോ ഹരിഹര ക്ഷേത്രമാണ്. എന്നിട്ട് ഇവിടെയാണ് കൽക്കി അവതരിക്കുക. 10ാമത്തെ അവതാരമായിട്ടുള്ള കൽക്കി ഇവിടെയാണ് അവതരിക്കുക. അപ്പോൾ ഇത് മുസ്ലിങ്ങളുടെ കയ്യിലിരുന്നുണ്ടെങ്കിൽ അവതരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ രീതിയിൽ എന്ത് ഒരു കഥ കൂടെ അതിനകത്തേക്ക് പുരാണത്തെ കൊണ്ടുവരുന്നു. ഇതിനെയൊക്കെ കോടതി എന്ത് ചെയ്യുക? അതേപോലെ വിഴുങ്ങുന്നൊരവസ്ഥ. ഇനി മൂന്നാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ നൂഹിൻ്റെ കാര്യം പറഞ്ഞു, ഹരിയാനയിൽ നൂഹ്, അതായത് മുസ്ലിങ്ങൾക്ക് വളരെ ഭൂരിപക്ഷമുള്ള മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലം, സമാധാനപരമായി ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു കലാപശ്രമം ഉണ്ടാക്കിയത്. അയോധ്യ മുസ്ലിങ്ങളും ഹിന്ദുക്കളും വളരെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ അവർക്കിടയിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ പ്രദേശത്തെക്കുറിച്ചും പറയുന്നത് 70% മുസ്ലിങ്ങളുള്ള പ്രദേശമാണ്. ഇവിടെ പ്രത്യേകിച്ച് വർഗീയ പ്രശ്നങ്ങളൊന്നുമില്ല. 74 മറ്റും ഇതുപോലെ കുറച്ച് സന്യാസിമാർ ഇവിടെ ഇതേ ആശയം പറഞ്ഞുകൊണ്ട് ചെല്ലുകയും ഒരു ജലാഭിഷേകം നടത്തുകയും, പക്ഷെ അന്നൊരു മുസ്ലിം പണ്ഡിതൻ കൊല്ലപ്പെട്ടു എന്നാണ്. അതെങ്ങനെ മനസ്സിലാവുന്നില്ല. ഇവർ ചെന്ന ഓരയാനുള്ള വെടിയൊക്കെ ഉണ്ടാവുന്നുണ്ടായില്ല. എന്തായാലും ഈ രീതിയിൽ സമാധാനപരമായിട്ട്, മാത്രമല്ല മുഗൾ കാലഘട്ടത്തിൽ വലിയ ചരിത്ര പ്രാധാന്യവും സാമ്പത്തിക പ്രാധാന്യവും ഉണ്ടായിരുന്ന സ്ഥലമാണ്. മുഗളന്മാരുടെ കാലത്ത് അവിടെ ഒരു സെക്കൻഡ് ക്യാപിറ്റലായിട്ട് പോലും പ്രഖ്യാപിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ടായിരുന്നൊരു സ്ഥലത്തെ വർഗീയവൽക്കരിക്കുകയും അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു പ്രദേശം ഒരു വർഗീയ
കലാപത്തിൻ്റെ ഒരു ഭൂമിയാക്കി മാറ്റുക. അപ്പോൾ വളരെ കൃത്യമാണ്, ഒരേ തരത്തിലുള്ള നരേറ്റീവ്സിലൂടെ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. അത് നോക്കിയാൽ തന്നെ അറിയാം നമുക്കിനി എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇനി ഇവിടെ വെച്ച് ഈ പ്രയർ ആലോചിച്ച് നോക്കും, 3 പ്രയർ വെച്ചു. ഒന്നെന്താണ്, ഇതിൻ്റെ അടിയിൽ അമ്പലം ഉണ്ടോ എന്ന് നോക്കണം. 2 ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണം. 3 ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ളതാണ്, നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടാണ്, അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. അപ്പോൾ മുസ്ലിങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കുക, മുസ്ലിങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുക്കുക, ഇപ്പോൾ വഖഫിൻ്റെ വിഷയത്തിലൊക്കെ അതാണ്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് അവർക്ക് കിട്ടാനുള്ള സാധ്യതകളില്ലാതെയാക്കുക. അങ്ങനെ ഈ ഈ മുസ്ലിം സമുദായത്തെ ദുർബലമാക്കി ഒറ്റപ്പെടുത്തി എങ്ങനെയാണോ ഈ ഹിറ്റ്ലറൊക്കെ ചെയ്യാൻ ശ്രമിച്ച അതേപോലെ ഉള്ളൊരു പ്രക്രിയയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം 34 ഹിറ്റ്ലർ അധികാരത്തിൽ വന്ന് ജൂതന്മാർക്കെതിരെയുള്ള എല്ലാ ഇതൊക്കെ കഴിഞ്ഞു പഴകയിൽ 39 ആയപ്പോഴേക്ക്. പിന്നെന്താ ചെയ്തത്? പിന്നെ അദ്ദേഹം ചെയ്ത് അടുത്ത രാജ്യങ്ങളൊക്കെ ആക്രമിക്കുകയാണ്, യുദ്ധത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒന്ന് അവസാനിക്കുമ്പോൾ വേറൊന്ന് എന്ന രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നതിൽ സംശയമൊന്നും ഇല്ല. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ തെളിവുകൾ മാറ്റിവെച്ച് സമാധാന അന്തരീക്ഷം മുന്നിൽ കണ്ടുകൊണ്ട് വേണം കോടതികളടക്കം നമ്മൾ ഈ ഒരു വിഷയത്തിൽ ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ് മഷി സൂചിപ്പിച്ചത്.